താഴ്ന്നിരിക്കൂ. മതി. ഓ സാईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति ശാന്തിഃ. സായിരാം. തുടങ്ങിക്കോളൂ സുജാത. ഒന്ന് താഴ്ന്നിരിക്കൂ കേട്ടോ. വായിച്ചു തുടങ്ങിക്കോളൂ. സെൽഫ് ഇൻട്രഡക്ഷൻ വേണം. ഞാൻ ആരാണ്, എവിടെ നിന്നാണെന്നൊന്ന് പറയണം. കൊണ്ടുള്ള നന്മയെ കുറിച്ചുള്ള ഒരു ശരിയായി. ശത്രുവാക്കുന്ന ഒരു ഒരു സ്ഥലം ഒന്ന് മാറി നോക്കോ. ബ്രേക്ക് ആവണോ? ശബ്ദം ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഒന്ന് മാറിയിരുന്ന് നോക്കൂ ആ മുറിന്ന്. വായിച്ചോ. ശരിയായില്ലല്ലോ. നെറ്റിന്റെ പ്രശ്നമുണ്ട്. നല്ലോണം ബ്രോക്കൺ ആണ്. കേൾക്കാം, പക്ഷെ വ്യക്തതയില്ല. അക്ഷരങ്ങൾ മുറിഞ്ഞിട്ടാ വരുന്നത്. മുറിഞ്ഞു പോണു. വായിക്കുന്നത് മനസ്സിലാവുന്നില്ല. നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. ഇവിടെ ശരിക്കും മിത്രത്തെ പോലും ശത്രുവാക്കും, അത്രയ്ക്കും ശക്തി വാക്കിനുണ്ട്. കേൾക്കാവോ മാഡം? അതുകൊണ്ട് ഓരോ വാക്കും വിവേകപൂർവം ചിന്തിച്ച് ഉപയോഗിക്കുക. ആരോട് ഏത് സാഹചര്യത്തിൽ എന്ത് സംസാരിക്കണമെന്ന് ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. വാക്കുകൾ മനസ്സിൽ തുടങ്ങാത്തത് ഒരു വർഷം മുൻപ് കേട്ട ഒരു ആധ്യാത്മിക പ്രദർശനം എന്ന് ഓർത്തെന്ന് വരില്ല. എന്നാൽ 25 വർഷം മുമ്പ് ഒരാൾ നമ്മളെ അധിക്ഷേപിച്ചതും അസഭ്യം പറഞ്ഞതും നമ്മൾ കൃത്യമായി ഓർക്കും. വാക്കുകൾക്ക് നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുവാനുള്ള ശക്തിയുണ്ട്. ഒരു നിസ്സാര ഘട്ടത്തിൽ അർജുനന് അറിവും ശക്തിയും പകർന്ന് ശ്രീകൃഷ്ണന്റെ വാക്കുകളാണ്. മറിച്ച് മന്ദരയുടെ വാക്കുകൾ കൈകേയിയെ അന്ധകാരത്തിലേക്കും നയിച്ചു. ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും മറ്റൊരാളെ ആത്മഹത്യയിൽ നിന്ന് കഴിയും. ഈ കഥ ശ്രദ്ധിക്കും. ഒരിക്കൽ ഒരു യാചകൻ ദിവസങ്ങളോളം ഭിക്ഷയാചിച്ചിട്ടും യാതൊന്നും കിട്ടിയില്ല. ആഹാരം കിട്ടാതെ അയാൾ പട്ടിണി കിടന്നു. വലഞ്ഞു വിശപ്പ് സഹിക്കാനാവാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ജീവിക്കാൻ അയാൾ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. ഒരിക്കൽ കൂടി
ഇതുവഴി വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് അവസാനമായി ഒന്ന് യാചിച്ചു നോക്കാം. എന്നിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിൽ ആ വഴി വന്ന ഒരു വഴിപോക്കൻ യാചിച്ചു. ആ വഴിപോക്കൻ തന്റെ ഷർട്ടിന്റെയും പാന്റിന്റെയും പോക്കറ്റിൽ കൈയിട്ട് എന്നിട്ട് വിഷമത്തോടെ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് അതിയായ വിഷമമുണ്ട്, പക്ഷേ ഇത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും നൽകി സഹായിക്കാം. അത് കേട്ട യാചകൻ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ എന്നെ സഹായിച്ചു. നിങ്ങളുടെ വാക്ക് എന്നിൽ വലിയ ആശ്വാസമുണ്ടാക്കി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടതാണ്. ഏതായാലും ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല. നിങ്ങളെപ്പോലെ ഹൃദയമുള്ളവരുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. ഇതാണ് വാക്കിന്റെ അപാര ശക്തി. ദുഃഖത്തിന്റെ അകറ്റി സന്തോഷത്തെ സൂര്യോദയം കൊണ്ടുവരാനും വാക്കിന് കഴിയും. യുദ്ധങ്ങൾ സൃഷ്ടിക്കുവാനും ഇല്ലാനും ശക്തി. മനുഷ്യനെ അമൃതം അന്തം വാക്കുകൾ എന്നാൽ അത് വേഗമാണ്. അതുകൊണ്ട് അധികം ശ്രദ്ധ കൈകാര്യം ചെയ്യണം. സാരും വായിച്ചു കഴിഞ്ഞോ? സുജാത, എന്നാ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. അനുഭവം പറഞ്ഞോളൂ. വീഡിയോ ഓഫ് ആക്കിക്കോളൂ. പറഞ്ഞോളൂ. എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായി പുട്ടപർത്തിയിലേക്ക് ഡ്യൂട്ടിക്ക് പോയപ്പോഴുണ്ടായ അനുഭവമാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. അതായത് ഞാൻ ആദ്യമായി പുട്ടപർത്തിയിലേക്ക് പോയ ദിവസം അന്ന് 7:15 ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും ട്രെയിൻ കയറിയത്. ഞങ്ങളുടെ സമിതിയിൽ നിന്നും, അതായത് പുന്നപ്ര സമിതിയിൽ നിന്നും 13 പേരോളം ഉണ്ടായിരുന്നു. ആദ്യമായി ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറോടെയാണ് ഞാൻ ട്രെയിൻ കയറിയത്. 7:30 ട്രെയിൻ മൂവായി തുടങ്ങി. ഞങ്ങൾ ട്രെയിനിലിരുന്ന് ഭജനകൾ പാടി. പിന്നീട് കളിയും ചിരിയും തമാശയും ഒക്കെ. പിന്നീട് കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കിടന്നിട്ട് കിടപ്പും വന്നില്ല. ഞാൻ എഴുന്നേറ്റ് ട്രെയിനിൽ നടക്കാൻ തുടങ്ങി. മകനെ കുറിച്ചുള്ള ആദ്യമായിരുന്നു ശരിക്കും പറഞ്ഞ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു പ്രളം ആയിരുന്നു എനിക്കന്ന് ഉണ്ടായത്. തരത്തിലും എനിക്ക് ബസ്സിൽ കിടന്ന് ഉറങ്ങാൻ തോന്നിയില്ല. ഞാൻ എല്ലാവരെയും മാറി മാറി നോക്കി. എല്ലാവരും നല്ല ഉറക്കം. പെട്ടെന്ന് ഞാൻ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വാമിയോട് പ്രാർത്ഥിച്ച, സ്വാമി, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അനുഭവം? എല്ലാവരും നല്ല ഉറക്കമാണ്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താണ് സ്വാമി ഇങ്ങനെ ഒരു അനുഭവം എന്ന് ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി. ഞാൻ പോയി കിടന്നു. എനിക്ക് അന്ന് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റി. രാവിലെ ഉറക്കം ഉണർന്നത്. പക്ഷെ അതിനുശേഷം ഞാനിപ്പം ഒരു 5 ഡ്യൂട്ടി ഇപ്പം ചെയ്തു. ജനുവരിയും ജൂലൈയും ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ പിന്നെ ഡ്യൂട്ടി മുടങ്ങിയിട്ടില്ല. ഇപ്പം എനിക്കൊരു ട്രെയിൻ കയറുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലെ ചിന്ത അങ്ങനെ ആദ്യമോ അങ്ങനെ ഒന്നും എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പം അവിടുത്തെ സെക്ടർ ലീഡറായിട്ട് ഇപ്പം ഞാൻ സെക്ടർ ലീഡറായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടെൻഷനും കൂടാതെ കൂടെയുള്ള മെമ്പേഴ്സിനെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും, ഡ്യൂട്ടി കഴിഞ്ഞാലെല്ലാം ഞങ്ങൾ ഒത്തൊരുമിച്ച് ഫോട്ടോ എടുക്കുകയും, എല്ലാവർക്കും ഭയങ്കര സങ്കടത്തോടെ, എല്ലാവരും പിരിയുന്നതിൽ ഭയങ്കര സങ്കടമായിട്ട് എല്ലാവരും കരച്ചിലൊക്കെ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും ശ്വാസം നിലയ്ക്കുന്നത് വരെ സ്വാമിയുടെ പാദങ്ങളിൽ സേവനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ.
സൈറാം. സൈറാം. ഇനി പ്രസന്റേഷന്റെ ടൈം ആയില്ലേ? శ్రీరామచంద్రుడిని అరణ్యానికి పంపించి, In fact, Rama is sent. నా ఆరాధన సోదరుడైనటువంటి రామును అరణ్యపాలు చేసి, My ideal brother is sent to the forest. నాకు పట్టాభిషేకం చేయడానికి ఈమెకు వచ్చింది. And my mother is here to coronate me. ఇలాంటి తల్లి యొక్క ముఖమే నేను చూడను అని భరతుడు తల్లిని విస్మరించాడు. Bharata never wanted to see the face of his mother because she committed that mistake. తల్లితో ద్వేషం గావించుకున్నాడు. In fact, he had utter hatred తల్లి to his నేను mother. వదులుతాను కానీ రామును నేను వదలను అన్నాడు. I am ready to sacrifice my mother and not Ramachandra. కనుక తల్లిని కూడా వదిలినటువంటి వాడు భరతుడు. So Bharata left the mother. ఇంకా ప్రహ్లాదుడు ఎలాంటి వాడా? Prahlada, what sort of person he is? తండ్రి క్షణంలో కూడాను అనేక హింసలు పెట్టి ఆ హరినామాన్ని మానమని చెప్తూ వచ్చాడు. Father has put him to suffering every moment and wanted him to give up the God's name. నాన్న నిన్నైనా వదులుతాను కానీ హరినామాన్ని నేను వదలను. Father, I am prepared to run away from you, but I will not give up God's హరిద్వేషి, name. నేను హరిప్రియుణ్ణి. In fact, you are Haridvesh, you hate God. I am Haripriya, I నా love God. ప్రియమంతా కూడా హరిపైన ఉంటుండాలి In fact, I love God. అని చెప్పి తండ్రి మాటలంతా ధిక్కరించి హరిని స్మరిస్తూ వచ్చాడు. So saying, he disobeyed his father and ఇది sang the glory of God. దేశము. And here, గురుద్వేషం ఎక్కడ వచ్చింది తెలుసునా? and where do we find this hatred towards వామనుడు nature? వచ్చి బలిచక్రవర్తి దగ్గరకు వచ్చి దానం అడిగినప్పుడు Vamana came and wanted the offering from Emperor ఇస్తానని Bali. ఒప్పుకున్నాడు. He promised that he would కానీ give. దివ్యశక్తితో చూచినటువంటి యొక్క Because of foresight and vision, తన గురువు అయినటువంటి వాడు the preceptor కానీ దీనికి అంగీకరించలేదు. did not endorse this idea. అప్పుడు నాయన బలిచక్రవర్తి Then he said, ఇది నువ్వు Emperor Bali, చేయకూడదు. you ఇతను should not do. సామాన్యమైన బ్రాహ్మణుడు కాదు. The one who is here is not ordinary Brahmin. ఇతను కేవలం సాక్షాత్ భగవంతుడే వచ్చాడు. He is very God himself. ఇంకా ఆనందం గురూజీ. He said, I am more happy. గురూజీనే వచ్చి అనగా భగవంతుడే వచ్చి తన చేయి చాపి నాకు ఇమ్మని చెప్పి కోరినప్పుడు తన చేయి కింద నా చేయి పైన, ఇది కావటం ఎంత అదృష్టం నాది. God himself has come to me. He has held and stretched forth his hand. My hand is upper and God's hand is lower now. కనుక గురువు అయినటువంటి కృపాచార్య యొక్క దీన్ని కూడా ఆజ్ఞను మీరాడు బలిచక్రవర్తి. And therefore Emperor Bali disobeyed his preceptor, తానే చెప్పాడు, Shukracharya. పలికి బొంకుట కంటే పాపమున్నా అన్నాడు బలిచక్రవర్తి. Can there be any other sin much worse than going back the promise? ఎవరి కోసం? భగవంతుడి కోసం నేను అర్పితం In చేస్తున్నాను. fact, I am prepared to make offering to God. ఇంకా ప్రహ్లాదుడేమి భగవంతుడిని నేను ఆశిస్తున్నాను. Prahlada wants God. మీరా సమయం నందు కూడాను ఇలాంటి ధర్మం ఒకటి అడ్డ వచ్చింది. This is the same thing that had come in the way of life of Meera. మహారాణా నా మందిరాన్ని వదిలిపెట్టి వెళ్ళిపోమన్నాడు. Maharana wanted her to get out of that palace. ఒక్క క్షణంలో మాత్రం బాధ వేసింది. She felt very sad for a నేను minute. ఎట్ట వెళ్ళేది? నా కృష్ణుడిని వదిలి ఏ విధంగా వెళ్ళాలి How can I leave my Krishna? Where అని should I go? అక్కడ కూర్చొని ఒక జాబు రాసింది తులసిదాసుకు. There she sat and wrote a letter to అతను Tulsidas. చిత్రకూట పర్వత పైన ఉన్నాడు తులసిదాసు. The Tulsidas was there on the mountain top, Chitrakuta. ఒక మనిషిని ఇచ్చి పంపించింది. He has sent a message through a messenger. అప్పుడు అతని మనిషి ఆ విధంగా జవాబు తీసుకొని వచ్చాడు. And Tulsidas sent a message. అమ్మా మీరా, Oh Meera, నేను భర్తను వదిలిపెట్టి ఏ విధంగా వెళ్ళాలి అని రాశావు, ఇది ధర్మమా కాదా మీరు నిర్ణయించాలని రాశావు. you have put a question. Am I justified to leave my husband and be after God? ఉన్నదంతా మాతృదేవో భవ, పితృదేవో భవ, ఆచార్య దేవో భవ, అతిథేవో భవ. In fact, these are only principles. Mother is God, father is God, teacher is God, guest కానీ is అందరూ God. నిజంగా దైవ స్వరూపులే. In fact, all are కానీ essentially divine. దైవానికి అడ్డు తిరిగినప్పుడు మదర్ అయినా సరే, ఫాదర్ అయినా సరే, గురువు అయినా సరే, ఎవరైనా సరే త్యజించవచ్చును. But anyone obstructs, comes in the way of God, let him be mother or father or a teacher. സുജാത ഭജന പാടിക്കോളൂ. ആ റൂം ഒന്ന് മാറിയിരുന്ന് നോക്കൂ, ഒട്ടും ബ്രേക്ക് ആയി പോണു. സീതാരാം ശ്രീ രഘുരാമ സീതാരാം ശ്രീ രഘുരാമ
ഹേ ഗുണധാരൂപാ ഹേ ഗുണധാമാ ജാനകി ദശരഥനന്ദന ജാനകി പത്തിവിഹാര ശ്രീ സായി രാമ പത്തിവിഹാര ശ്രീ സായി രാമ മധുവന രമണ ഹേ ഘനശ്യാമ മധുവന രമണ ഹേ ഘനശ്യാമ വ്യാസവിലോല രാധേ ശ്യാമ വ്യാസവിലോല ഇല്ല തിന്നണത്തെ നിക്ക് കുരാമ ആനന്ദരൂപ ഹേ ഗുണധാമ ദശരഥനന്ദന ജാനകി രാമ പത്തിവിഹാര ശ്രീ സായി രാമ മധുവന രമണ ഹേ ഘനശ്യാമ വ്യാസവിലോല രാധേ ശ്യാമ വ്യാസവിലോല രാധേ ശ്യാമ സീതാരാമ ശ്രീ രഘുരാമ. മിസ്റ്റർ രാഘവൻ പ്ലീസ് ഇതൊന്ന് അണയ്ക്കണേ, ഓഡിയോ ഓഫ് ചെയ്യണേ. മാഷെ സമയമുണ്ട്. ആരെങ്കിലും അനുഭവം പറഞ്ഞിട്ടില്ലേ മാഷെ? സൈറാം ലക്ഷ്മൺ മാഷെ, സൈറാം ശോഭ ഒരു 6 മിനിറ്റ് പറഞ്ഞോളൂ കേട്ടോ അനുഭവം. സൈറാം ശോഭ ലക്ഷ്മൺ സായിരാം സായിരാം കേക്കുന്നില്ലേ? സായിരാം പറഞ്ഞോളൂ. ശോഭയുണ്ട്. ഒരു 6 മിനിറ്റ്. സായിരാം. എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിലും ഭഗവാന്റെ പാദങ്ങളിലും എല്ലാവരുടെ മുന്നിലും പ്രണാമം അർപ്പിക്കുന്നു. സ്വാമിയുടെ പാദത്തിൽ കോടിക്കോടി പ്രണാമം. ഞാന് പെട്ടെന്നാണ് എൽസാമ പറഞ്ഞത്, എന്നാലും ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. ഒരു 20-25 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ഭർത്താവിന്റെ അമ്മക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചാല് അവര് മുഴപ്പിലങ്ങാടായിരുന്നു താമസം, ഞങ്ങള് മേലെ ചൊവ്വയിലും. അപ്പൊ മൂപ്പര് മനോരമ പത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു. അവിടുന്ന് ഒരു 6th സെൻസ് മാതിരി അവർക്ക് പിന്നെ വിളിച്ചു പറഞ്ഞത്, അമ്മക്ക് എന്തോ ആക്സിഡന്റ് ആയെന്ന് തോന്നുന്നു, എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയില്ല എന്നായിരുന്നു. മുഴപ്പിലങ്ങാടി ടൗണിൽ നിന്ന് ഇവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സന്ദർഭങ്ങളില് നമ്മളെ ഇത്രയും മാത്രം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയമായിരുന്നില്ല. 26 വർഷം മുന്നേ ഉള്ള സംഭവമല്ലേ. അപ്പൊ അവിടുത്തെ റിപ്പോർട്ടിംഗ് സെക്ഷനിലായതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് വിവരം കിട്ടി. ഇവരങ്ങനെ തലശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുന്ന് അവരോട് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും ഒരു മുറിവില്ല, പക്ഷേ അൺകോൺഷ്യസ് ആയിരുന്നു, വിളിച്ചിട്ട് അറിയുന്നില്ല. ആ ഒരു അബോധാവസ്ഥയിൽ വെച്ചാൽ മരിച്ച ഒരു ശവം മാതിരി ആയിരുന്നു ഉണ്ടായിരുന്നു. അവിടുന്ന് അവര് പറഞ്ഞു തലശ്ശേരി ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിക്ക് നിങ്ങൾ കോഴിക്കോട് അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ ഹോസ്പിറ്റലില് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടുപോയത്. അവരെന്തുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല, നോക്കുന്നില്ല എന്നുള്ളൊരു ഇവര് അവിടെ എന്താ പറയേണ്ടത്, നമ്മളൊരു ഉണ്ടാവില്ല നിർണായക ഘട്ടത്തിൽ നമ്മൾ ടെറാപ്ലെയിൻ മാതിരി ഏത് ഇതിലാണ് അവരവിടെ എത്തിയെന്ന് അറിയില്ല. വിവരം കിട്ടിയിട്ട് ഒരു 1/2 hour മുന്നേ ഹസ്ബൻഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു നിർണായക തീരുമാനം എടുക്കാൻ വേണ്ടി ഈ കൊണ്ടുപോയിട്ടുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരും ഒരു 5 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ മംഗലാപുരോ കോഴിക്കോടോ എവിടെയാ കൊണ്ടുപോകാന്നുള്ള തീരുമാനിക്കുമ്പോ ആ ഡോക്ടർ എന്തോ ഒരു എന്താ പറയണ്ട, അവര് പെരുമാറ്റത്തിൽ എന്തോ ഒരു വിഷമം തോന്നിയോണ്ട് മിസ്റ്റർ അവരോട് നേരിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് റീസണിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാണ്ട് നിൽക്കുന്നത്,
ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അത് റീസൺ അറിയണം. അപ്പൊ അല്ലാതെ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യില്ല, നമുക്ക് ഇവിടുന്ന് വിടാം, എന്താ ഇവരെ സിറ്റുവേഷൻ എന്നുള്ളത് പറയണം എന്ന് പറഞ്ഞാൽ അവരത് ഒരു മറച്ചു വെക്കുന്ന എന്തോ ഒരു കള്ളത്തരായിൽ എന്തോ ഒരു തോന്നിക്കൽ ഉണ്ടായി. അപ്പോ ഡോക്ടർക്ക് ഒരു വിഷമം, ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല, നോക്കാനോ ഡോക്ടർ എന്തോ പുറത്ത് പോകുന്നൊരു ഘട്ടു. അപ്പൊ ഡോക്ടർ ഞാൻ ഒരു നിമിഷം നോക്കട്ടെ, കണ്ണൂരിൽ കൊയിലി ഹോസ്പിറ്റലിൽ ഒരു നെർവിന്റെ ഡോക്ടർ ഉണ്ട്, അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ ഡോക്ടർ എന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കോണ്ടാക്ട് ചെയ്തു, അവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ എല്ലാം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നു. അവിടെ എത്തി. അപ്പൊ ഡോക്ടർ കംപ്ലീറ്റ് വെച്ചാൽ ഒരു സ്ഥലത്തൊരു മുറിവാവട്ടെ ചതവാട്ടെ ഉണ്ടായില്ല, പക്ഷേങ്കില് അൺകോൺഷ്യസ്, വിളിച്ചിട്ട് അറിയില്ല. അങ്ങനെ ഇവിടെ കൊയിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അപ്പൊ ബന്ധുവാൾ ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞ് 2 റീസണില് ഈ ബോധം നഷ്ടപ്പെടാം. ഒന്ന്, എനക്ക് അടിക്കും എന്നുള്ള ആ ഒരു ബ്രെയിനിലേക്കുള്ള നമ്മളെ ഒരു അറിവ്, ഇപ്പൊ എനക്ക് ആക്സിഡന്റ് ആവും എന്നുള്ള അറിവിലും ഓർമ്മ പോകാം. പിന്നെ ഈ അടിച്ച് വീണ സമയത്ത് നെറ്റിയിലുള്ള മർമ്മസ്ഥാനത്തോ എവിടെയോ തട്ടിയിട്ടുണ്ട്, അങ്ങനെയും ബോധം പോവാം. എങ്ങനെയായാലും 1 മാസം പിടിക്കും ഈ ഓർമ്മ വരാൻ എന്നാണ് ബന്ധുവാൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവർക്കപ്പോ മനസ്സിലായി, ആ പൊസിഷൻ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മംഗലാപുരത്തേക്ക് പോകാന്നുള്ളൊരു സിറ്റുവേഷൻ എടുത്തു. അപ്പൊ മംഗലാപുരത്ത് പോകാന്ന് പറയുമ്പോൾ ബന്ധുവാൾ ഡോക്ടറിനാണ് മംഗലാപുരത്ത് നിന്നും ഈ പേഷ്യന്റിനെ നോക്കേണ്ടത്. അവര് എല്ലാ ദിവസങ്ങളിലും വരുന്നതല്ല കൊയിലി ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെ ഡോക്ടറിനെ പറഞ്ഞു, എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് ഉണ്ടാവുക, അവര് ആ ഒരു തിരിച്ചു വരവ് ഇത്രയും ദിവസം എടുക്കും. അപ്പൊ എന്താ പറയണ്ട, ഫാമിലിയിലെ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ നോക്കുന്നില്ല എന്നുള്ള, ഞങ്ങൾ 4 ആണുങ്ങളും 1 പെങ്ങളും ഉള്ളത്. അപ്പോ 4 ബ്രദേഴ്സിൽ 1 ബ്രദർ ഗൾഫിലാണ്, മറ്റേ ബ്രദർ എറണാകുളത്താണ്, അല്ലെ ബ്രദർ മിലിറ്ററിയിലായിരുന്നു. അപ്പൊ അവൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവനും ഇവരാണ് തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങളെ ഹസ്ബൻഡ്. അപ്പൊ എന്നാ പിന്നെ മംഗലാപുരം പോകാന്ന് പറഞ്ഞ്. അപ്പൊ പെങ്ങള് ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്കായിട്ട് പോവില്ല, ആരെങ്കിലും എന്റെ കൂടെ വരണം. അപ്പൊ എനിക്ക് പോകേണ്ട സാഹചര്യമല്ല, എന്റെ 2 ചെറിയ മക്കളായിരുന്നു. അപ്പൊ എന്താ ചെയ്യാ, എന്നാ പിന്നെ തീരുമാനം നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ബന്ധുവാൾ ഡോക്ടർ അങ്ങനെയല്ലേ പറയുന്നെന്നുള്ള തീരുമാനത്തിൽ ഇവര് ഏട്ടനും അനിയനും കൂടി ആ തീരുമാനം എടുത്തു. പക്ഷേ ഇവരെ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവർക്കും അതിനൊരു പ്രയാസം, ഇവർ ഇത്രയും മക്കൾ ഉണ്ടായിട്ട് നോക്കുന്നില്ല, അങ്ങനെ ഒരു ഭയങ്കര സിറ്റുവേഷൻ. അപ്പൊ രാവിലെ ഞങ്ങളെ എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അവിടെ താമസിക്കുന്നവർക്കും ഞങ്ങളെ വീട്ടിലുള്ളവർക്കും ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു വിടണം. അത് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് ഉച്ചക്ക് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ വീട്ടിൽ ഉണ്ടാക്കില്ല, ഞാൻ എൻ്റെ അമ്മേന്റെ വീട്ടിൽ പോയി കഴിക്കും. ഉച്ചക്കത്തെ ഭക്ഷണം അമ്മേന്റെ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവരും. രാത്രിത്തെ ഭക്ഷണം വീണ്ടും ഞാൻ മേലെ ചുവക്കുന്ന കൊയിലി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് ഇവർക്ക് ഒന്നും കൊടുക്കുന്നില്ല, ഇവർക്ക് ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്ത സിറ്റുവേഷൻ, ഒരു വിധത്തിൽ ഒരു സ്വസ്ഥത ഇല്ലാത്ത മാതിരി. ഹസ്ബൻഡ് ഇങ്ങനെ കിടന്നാലെല്ലാം കിടക്കയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് ഉറക്കിടുന്നില്ല. അത് മാത്രമല്ല ഫാമിലി റിലേഷൻസിന്റെ സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞ് ഒന്നും വരില്ല, നിങ്ങൾ നോയിക്കോ, സ്വാമിക്ക് പ്രാർത്ഥിക്കാം, നാളത്തേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമായിരിക്കും, പ്രാർത്ഥിക്കാം, ഭഗവാന് പ്രാർത്ഥിക്കാം, രാവിലെ തന്നെ ഞാൻ അർച്ചന ചെയ്യാം, പ്രാർത്ഥിക്കാം, ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. പക്ഷെ മൂപ്പർ അങ്ങനെ ഒരു ഡിവോട്ടഡ് അല്ല. പക്ഷെ അവർക്ക് ആ ഒരു ഫേസ് നമ്മൾ തരണം ചെയ്യേണ്ട ഒരു ഘട്ടമായിരുന്നു. അപ്പൊ പിറ്റേത്തെ ദിവസം നോക്കുമ്പോൾ ഏകദേശം 6ാമത്തെ ദിവസമായി ICUവിൽ അനക്കമില്ലാതെ കിടക്കുന്നു. 6ാമത്തെ ദിവസം ഇവര് മനോരമ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ താഴത്തെ സെക്യൂരിറ്റി, മനോരമ ഓഫീസ് അറിയാലോ, മനോരമ മാതൃഭൂമി ഓഫീസിനെല്ലാം ഗേറ്റിന് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റി കാണാം ഒരു കവറിൽ, നമ്മളൊരു എൻവലപ്പ് പോലത്തെ ഒരു കവറിന്റെ അകത്ത്, ഒരു പിങ്ക് കളർ കവറിന്റെ അകത്ത് ഒരു ഒട്ടിച്ചിട്ട് ഇത് ലക്ഷ്മണ മാഷ്ക്ക് കൊടുത്തേന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിന്റെ ഒക്കെ ഒരാള് വന്ന് ഏൽപ്പിച്ചു. അത് അവര് വേഗം മേലെയാണ് ഇവരെ ബ്യൂറോ, മേലെ വന്ന് ഇവരെ കയ്യിൽ കൊടുത്തു. അപ്പൊ കൊടുത്തരോ ചോദിച്ചു, സെക്യൂരിറ്റി ചോദിച്ചു ഇതാരാ തന്നത്, അത് താഴെ ആള് നിൽക്കുന്നുണ്ട്, അവര് നിങ്ങൾക്ക് തരാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് എണീച്ചിട്ട് മേലേന്ന് ജനലിലോട്ട് താഴേക്ക് നോക്കുമ്പോൾ താഴെ ആരും ഇല്ല. അവിടെ ആളില്ലാലോ, നിങ്ങളെ റൂമിന്റെ ഒക്കെ ആളില്ലാലോ, അല്ല അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഞാൻ പോയി വരുന്നവരെ നിങ്ങളോട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, അങ്ങനെ അവരവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി. അപ്പൊ തിരിച്ച് പിന്നെയും നോക്കുമ്പോ അവിടെ ആരും ഇല്ല. അപ്പൊ പറഞ്ഞു ഇവിടെ ആരും ഇല്ല, നിങ്ങളെന്നാ പെട്ടെന്ന് താഴോട്ട് പോയിക്കോ. അങ്ങനെ സെക്യൂരിറ്റി അങ്ങനെ മൂവേ ഇല്ല.
അപ്പൊ ഇവർ താഴേക്ക് പോയി. ഇവര് ഇപ്പൊ പറയുമ്പോ തന്നെ എനക്ക് രോമം എടുത്ത് പിടിക്കാൻ. ഇവര് കവറ് ഒന്ന് തുറന്ന് നോക്കുമ്പോ അതിനെ വേറൊരു പേപ്പറിൽ കവർ ചെയ്ത്, പിന്നെ ഒരു പേപ്പറിൽ കവർ ചെയ്തിട്ട് ഞങ്ങളെ വിഭൂതി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കവറിന്റെ ഉള്ളിലെ വിഭൂതിയാണ് ഉണ്ടായത്. അപ്പൊ ഇവര് വിഭൂതിയാണല്ലോ, ശോഭ പറയുന്ന വിഭൂതിയാണല്ലോ, ഇതിന്റെ അനക്ക് എന്നുള്ള നിലയിൽ ഇവര് വീണ്ടും എണീച്ച് നോക്കി. ആരാ ഇത് കൊടുത്തത്, ഇങ്ങോട്ട് വരുന്നുണ്ടോ? നോക്കുമ്പോ അറിയില്ല, ഇന്നും അറിയില്ല ആ വിഭൂതി ആരാണ് എത്തിച്ചു കൊടുത്തത്. അപ്പൊ അവര് വെച്ചാൽ അവരെ ഷിഫ്റ്റ് ഉച്ചക്ക് 2 മുതൽ രാത്രി 11 മണി വരെയാണ്. ഈ 11 മണിയുടെ ഇടയിൽ ഒരു 10:30 ആകുമ്പോ ഏകദേശം അവിടെ തെറ്റും. അപ്പൊ ഞാന് വൈകുന്നേരത്തെ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഞാൻ കൊയിലു ഹോസ്പിറ്റലിൽ നിൽക്കും. ഇവര് ലാസ്റ്റ് എന്നെ അവിടെ കൂട്ടാൻ വന്നിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് തിരിച്ചു വരിക. അപ്പൊ ആ സമയത്ത് ഒരു 12 മണി വരെ ഞങ്ങൾ നിൽക്കും ഹോസ്പിറ്റലിൽ, ഐസിയുവിന്റെ മുന്നിലല്ലേ. അങ്ങനെ അവിടെ നിന്നോണ്ടിരിക്കും. ഇവർക്ക് വന്ന് ഒരു മാറ്റമില്ല. നേഴ്സ് പറഞ്ഞില്ല, ഒന്നുമില്ല, അനക്കൊന്നുമില്ല, എന്താ നിങ്ങള് വീട്ടിലേക്ക് എടുക്കുന്നോ, ഇങ്ങനെ ഒരു സംസാരം, എന്താ പറയുന്നത്, ഒരു തീരുമാനം എടുക്കാത്തൊരവസ്ഥയിൽ സംസാരം. എന്നിട്ട് ഇവർക്ക് പെട്ടെന്ന് ഓർമ്മ, ശോഭ നിനക്കൊരു സാധനം ഉണ്ട് കൊടുത്തയച്ചു തന്നു എന്നോട്. ഞാൻ എനക്കൊരു സാധനം ആര് കൊടുത്തയച്ചു? ഇതാ നീ ഇത് നോക്കുന്നു പറഞ്ഞിട്ട് ഒരു ഷർട്ടിന്റെ പോക്കറ്റ് ഒന്ന് എടുത്ത് എനിക്ക് തന്നു. അപ്പൊ നമ്മളെ ഈ എന്താ പറയണ്ടേ, പിങ്ക് കവറിന്റെ ഉള്ളിലാണ് സാധനം ഉള്ളത്. ഞാൻ നീ ഇത് ഭഗവാന്റെ വിഭൂതി ആണല്ലോ എന്ന് പറഞ്ഞു. ഭഗവാന്റെ വിഭൂതി ആണല്ലോ എന്ന് പറയാൻ പറഞ്ഞ, ഇത് നിനക്ക് തരാൻ വേണ്ടിട്ട് ഒരാള് കൊടുത്തയച്ച ആളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനക്ക് തരാൻ വേണ്ടി നിങ്ങളെടുക്ക കൊടുത്തേക്കാനാ? അതൊരിക്കലും സംഭവിക്കില്ല. ഇത് നിങ്ങൾക്ക് തന്നതാണ്. ഇത് നിങ്ങളെ അമ്മക്ക് കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് തന്നതായിരിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഭഗവാൻ അങ്ങനെ ചെയ്യും, അല്ലാണ്ട് എനക്ക് തരാൻ വേണ്ടി നിങ്ങളുടെ ഒരിക്കലും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിപ്പോ തന്നെ നമുക്ക് തൊട്ട് കൊടുക്കാം. ഈ സംഭവം നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് സംസാരിക്കുന്ന നിമിഷം നേഴ്സ് പറഞ്ഞ്, ഇത്ര ദിവസമായിട്ടും ഒരു മാറ്റമില്ലാലോ, അതുകൊണ്ട് ഐസിയുവിന്റെ തൊട്ട റൂമിലേക്ക് ഇവരെ മാറ്റാന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സഡൻ മൊമെന്റ്, ഞങ്ങൾ ഈ വിഭൂതിന്റെ ചർച്ച ചെയ്യുന്ന ആ നിമിഷം അമ്മേനെ റൂമിലേക്ക് കൊണ്ടുവന്നു. പെങ്ങളും ഞാനും ഞങ്ങളെ മിസ്റ്ററും അഞ്ജന ഉള്ളത്. അപ്പൊ അഞ്ജന എന്തോ അവിടെ പോയി കിടന്നിട്ടുണ്ട്, രാത്രി ഉറക്കുന്നുണ്ട്. ഇവരുള്ളവരെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി കിടന്നിരുന്നു. ഞാന് പെങ്ങളോട് പറഞ്ഞു, അവരെ പേര് ഉഷ എന്നാണ്. ഉഷയോട് പറഞ്ഞു, ഉഷയേച്ചി ലക്ഷ്മണന് കൊടുത്തയച്ച വിഭൂതി ഇത് മരുന്നായിട്ട് നമുക്ക് കൊടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് വായി പിടിച്ചതാ, ഞാനൊരു നുള്ളു വായിലിടട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എല്ലാരും സ്തംഭിച്ചു പോയൊരവസ്ഥയായിരുന്നു. എന്ത് കളിച്ചിട്ടും വായ തുറക്കുന്നില്ല, പല്ല് ഇട്ട മാതിരിയായിട്ട് വായ തുറക്കുന്നില്ല. അമ്മന് ഉഷയ്ക്ക് ഇത് കൊടുത്തേ പറ്റൂ. അപ്പാട് നെറ്റിക്കും തലയിലും ഞാൻ വെച്ചു കൊടുത്തു. ഇതെന്തായാലും ഒരു നുള്ള് വായിലിടണം എന്ന് പറഞ്ഞു. ഇവര് സ്പൂണിന്റെ ബാക്കിനെ കൊണ്ട് മെല്ലനെ വായു മെല്ലനെ തുറന്നു നാവില് നമ്മളിത് വെച്ചു കൊടുത്ത് നമ്മൾ ആ സ്പൂണ് തിരിച്ചെടുക്കുമ്പോഴേക്ക്, നേഴ്സും ഉണ്ട് അവിടെ തന്നെ, തിരിച്ചെടുക്കുമ്പോഴേക്ക് ആദ്യത്തെ ചലനം കണ്ടത് കണ്ണിന്റെ പോള മെല്ലനൊരു ചലനം ഉണ്ടായി. അപ്പാട് നേഴ്സ് പറഞ്ഞു, ഇതാ ഇത്ര ദിവസം ഒരു ഭാഗം അനങ്ങിയിട്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ നോക്ക് കണ്ണിന്റെ പോളയുണ്ട് ചലിക്കുന്നെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, ലക്ഷ്മേട്ടാ, നമ്മള് എത്രയോ പ്രാർത്ഥനയോ ഇതും ചെയ്യുന്നതാണ്, അതിന്റെ ഒരു ഇതാണ് ഇത് നിങ്ങളെ കയ്യിൽ എത്തിച്ചത്. അപ്പൊ നിങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, രാവിലെയും രാത്രി ഒരു ദിവസം പോലും മറന്നു പോകാതെ നിങ്ങൾക്ക് തൊട്ട് കൊടുക്കണം. ഇനി ഡോക്ടർ പറയുന്ന സമയത്തായിരിക്കും ഉണർവ് വരും, പക്ഷെ വേറെ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു വിഭൂതി വരുന്നവരെ നമുക്കൊന്ന് തൊട്ട് കൊടുക്കാം. വായിൽ ഇടാൻ വേണ്ടി വളരെ പ്രയാസമായിരുന്നു, വായിലിടാൻ പറ്റിയിട്ടില്ല. ഞങ്ങളന്ന് തിക്കിയിട്ടതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ 26ാമത്തെ ദിവസം ആദ്യമായിട്ട് വലത്തെ കൈയാണ് അനങ്ങുന്നത്. കണ്ണിന്റെ പോളയാണ്, കണ്ണിന്റെ നമുക്ക് തോന്നും കണ്ണിന്റെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് എന്ന് തോന്നും, പക്ഷെ കണ്ണ് തുറക്കലുമില്ല, ഒന്നുമില്ല. അങ്ങനെ 26ാമത്തെ ദിവസം ആദ്യം കൈ ചലിച്ചു. അപ്പൊ വലത്തെ കൈയും വലത്തെ കാലും എല്ലാം നമ്മൾ എന്തായാലും ഒരു മരിച്ച ആള് കിടന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല, എല്ലാം മൂക്കിലോട്ട ചെറിയ മാതിരി കൊടുത്തതേ ഉള്ളൂ, വെറും വെള്ളം, അതിനെ ഡ്രിപ്പും. അത്രയും ദിവസത്തിന് ശേഷം പിന്നെ ഒരാഴ്ച കൊണ്ട് മാറ്റങ്ങൾ, എന്താ പറയുക, നിമിഷങ്ങൾ മാറ്റങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ്
അമ്മ പിന്നെ മരണപ്പെട്ടത്. ഇപ്പോഴില്ല. ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഇന്നും അറിയില്ല ആ വിഭൂതി പാക്കറ്റ് മിസ്റ്റർ കയ്യില് ആരാണ് കൊടുത്തത്, ആരാണ് എത്തിച്ചതെന്ന്. അങ്ങനെ ഒരു നിർണായക ഭഗവാന്റെ സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സായിരാം സായിരാം. എല്ലാം ഭഗവാന്റെ സമർപ്പിക്കുന്നു. സായിരാം സായിരാം. സായി ഉപമ. വിഷയവാസനയാകുന്ന വണ്ടികളെ ജീവൻ, ദേവൻ എന്നീ റെയിൽ പാളങ്ങളിലൂടെ വലിച്ചുകൊണ്ടു പോകുന്ന എഞ്ചിനാണ് മനസ്സ്. ഓരോ വണ്ടിയിലും ഓരോരുത്തർ ചുമക്കുന്ന ഭാണ്ഡങ്ങളുണ്ട്. ബുദ്ധി, അന്ധകരണം എന്നിവയാണ് അത്. ആത്മനാണ് വണ്ടിയുടെ സാരഥി. വണ്ടികളെ എഞ്ചിൻ മന്ദമായി നേരാവണ്ണം ഘടിപ്പിച്ചില്ലെങ്കിൽ അവ പാളങ്ങളിൽ തന്നെ കിടന്നു പോകുന്നു. വിശ്വാസവും ശ്രദ്ധയും കൂടി യോജിപ്പിക്കുന്ന കണ്ണികൾ അവ തനിയെ യോജിക്കുന്നില്ല. ശരിയായി യോജിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബലവും ബുദ്ധിയും ഉപയോഗിക്കുക. അപ്പോൾ മാത്രമേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശക്തി അഥവാ ഊർജം ഉപയോഗിക്കുക. എന്നിട്ട് രാമശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ ഈശ്വരൻ 100 നൽകുന്നു. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കർമ്മദേഹത്തെ അതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. ജയ സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം. സായിരാം.